ഹേയ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പ്ലാനിങ് കാഞ്ഞിരപ്പുഴ ഡാം, മലമ്പുഴ ഡാം അടുത്തായതുകൊണ്ട് പോയി മടുത്തു. ജസ്റ്റ് ഒന്ന് മാറ്റിപ്പിടിച്ചതാണ്. കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. സോ എല്ലാവരും നല്ല എക്സൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് പെട്രോളൊക്കെ അടിച്ച് ഒക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഇടയിൽ അമ്മൂൻ്റെ അടുത്ത് നമ്മൾ എവിടെ പോകണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞത് ഇതാട്ടോ. ഡാമിയോ? ഡാം കാഞ്ഞിരപ്പുഴ ഡാം, കാഞ്ഞിരപ്പുഴ പാർക്ക്, ഇതൊക്കെയായിരുന്നു കേട്ടോ. അവൾക്ക് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാറിൽ പോവുക, പുറത്ത് പോവുക, പാർക്കിൽ പോവുക. ഓൾറെഡി എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് പാർക്കിൽ പോകാനായിട്ട്. എന്നാലും അപ്പം ഞങ്ങളിത് എത്തിയിട്ടോ, കാഞ്ഞിരപ്പുഴ ഡാം എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ നമുക്ക് പാർക്കൊക്കെ ചെയ്തിട്ട് ഉള്ളിലേക്ക് കിടക്കാം. എന്തായാലും പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. അവിടെ ഐ ലവ് കാഞ്ഞിരപ്പുഴ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയത് ഞാൻ ജസ്റ്റ് വണ്ടിയിൽ പോകുമ്പോഴാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് എത്ര മണിക്കാണ് ഓപ്പണിംഗ് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പോയി 9:45 ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടോ. പക്ഷേ ഇത് ഓപ്പണിംഗ് 10 മണിക്കാണ്. അപ്പം ഒരു കറക്റ്റ് 10 മണിക്കാണ് വന്ന് തുറന്നത്. സോ ഞങ്ങൾ ഏകദേശം കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു ഈ രാവിലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാം കാണാനായിട്ടോ. അവിടുത്തെ ടിക്കറ്റ് റേറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഈ ഒരു ചേച്ചിയാണ് അവിടെ ടിക്കറ്റിന് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നത്. സോ അവിടെ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു, മീൻസ് സെക്യൂരിറ്റീസ് സ്റ്റാഫ്സ് എന്നൊക്കെ പറയാം. സോ അവർ നമ്മളുടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാറിൻ്റെ പാർക്കിംഗ് ഫീ ഒക്കെ ഇവിടെയാണ് കൊടുക്കേണ്ടത്. സോ നമ്മൾ കാറിൻ്റെ പാർക്കിംഗ് ഫീ കൊടുത്തു ആൻഡ് ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മളിത് അകത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല മക്കളെ, പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ പാലക്കാടിലിരിക്കുന്നവർക്ക് തന്നെ ഒരു രോമാഞ്ചമാണ്. അപ്പോൾ അവിടെ പോയതും ആ മലയും ആ ഒരു പോയതും കണ്ടിട്ടുള്ള ആ ഒരു ശില്പവും ആനയുടെ ശില്പവും ഒക്കെ കണ്ടപ്പോൾ ആകെ മനസ്സിനൊരു കുളിർമ തോന്നിട്ടോ. സോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ 2 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിത് നടന്നു കേട്ടോ. അപ്പോഴത്തേക്കും അതിന് മുമ്പായിട്ട് അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ വിൽക്കുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പം ഹോം മെയ്ഡ് ആയിട്ടുള്ളതും പിന്നെ അച്ചാറുകളും തേനും അങ്ങനെയുള്ള കാര്യങ്ങൾ, അട്ടപ്പാടി തേൻ, അട്ടപ്പാടി വിഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. സോ നമ്മളിത് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര വൈബായിരുന്നു. എന്താ പറയുക, നല്ല വെയിലുണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്ലേസായിരുന്നു ഇത്. മീൻസ് മല, കുറേ ചെടികൾ, മരം, നല്ല രസമുണ്ടായിരുന്നു. അവർ അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, തുറന്നിട്ടല്ലേ ഉള്ളൂ. അപ്പം ആ ഒരു ഇല പൊഴിഞ്ഞ് വീണ് കിടക്കുന്നതും ഒരു ഭംഗി തന്നെയാണല്ലോ. സോ അങ്ങനെ കുറേ ഇലകളും കാര്യങ്ങളും പൊഴിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുട്ടിക്ക് ഒരേ ഒരു എയിം മാത്രമേ ഉള്ളൂ, അവിടുത്തെ പാർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവൾ കറക്റ്റായിട്ട് പാർക്ക് കണ്ടുപിടിച്ച് അവൾ ഫസ്റ്റ് അവിടെ പോയി നിൽക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അണ്ടർ 12 ഇയേഴ്സിൻ്റെ കുട്ടികൾക്കുള്ള പാർക്കാണത്. അപ്പോൾ അതിൽ മുകളിലുള്ളവർ കയറിയിരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് നോക്കാനൊക്കെ ആയിട്ട് അവിടുത്തെ ഗൈഡും അല്ലെങ്കിൽ സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഞാനും അവളൊക്കെ മാത്രമുള്ളത് കൊണ്ട് ഞങ്ങൾ 2 തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ഇതെവിടെയാണെന്ന് വെച്ചാൽ കാഞ്ഞിരപ്പുഴയിലാണ് ഈ ഒരു ഡാം വരുന്നത്. അതുകൊണ്ടാണ് കാഞ്ഞിരപ്പുഴ ഡാം എന്നൊക്കെ പറയുന്നത്. സോ പാലക്കാട് നിന്നും ഒരു കുറച്ചുള്ളിലോട്ട് വരണം. പാലക്കാട് നിന്നും ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ മണ്ണാർക്കാട് വരണം. മണ്ണാർക്കാട് നിന്ന് നമ്മൾ ബസ് എടുത്തിട്ട് അല്ലെങ്കിൽ കാഞ്ഞിരപ്പുഴ ഡാം വരണം. സ്ട്രൈറ്റ് ആയിട്ടുള്ള ബസ്സും അവൈലബിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മണ്ണാർക്കാട് വന്നിട്ട് മണ്ണാർക്കാട് നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് കോങ്ങാട് നിന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 37 മിനിറ്റ്സ് യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം വരുന്നവരെന്തായാലും അങ്ങനെ ഒന്ന് തിരഞ്ഞു പിടിച്ച് കാണേണ്ട സ്ഥലം തന്നെയാണ് കാഞ്ഞിരപ്പുഴ ഡാം എന്ന് പറയുന്നത്. നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾക്ക് അച്ഛനാണെന്നുണ്ടെങ്കിലും
കുറച്ച് നടക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. സോ അതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കുറച്ച് അവൾക്ക് പാർക്കിൽ മാത്രമാണ് ഞങ്ങൾ കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്തത് എന്ന് തന്നെ പറയാം. പിന്നെ ഡാമും കൂടെ ഞങ്ങൾ ജസ്റ്റ് മേലെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു എന്നല്ലാതെ ഞങ്ങളധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിന്നിട്ടില്ലായിരുന്നു കേട്ടോ. സോ ഒരു എയിമി മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, അവളെ ഒന്ന് ഹാപ്പി ആക്കുക എന്നുള്ളത്. കാരണം ഇപ്പം എല്ലാവർക്കും വെക്കേഷൻ ആണല്ലോ, അപ്പം എല്ലാവരും പുറത്ത് പോകുമ്പോൾ അവൾ മാത്രം വീട്ടിലിരിക്കേണ്ട ആ ഒരു മൈൻഡിലാണ് നമ്മളെന്തായാലും കാഞ്ഞിരപ്പുഴയ്ക്ക് പോയത്. അവിടെ അധികം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. ആ പൊരി വെയിലത്താണ് ഞങ്ങൾ ഈ കളിക്കുന്നതും കാണിച്ചു കൂട്ടുന്നതും ഒക്കെ കേട്ടോ. സോ ഇതിന് ടിക്കറ്റ് റേറ്റ് പാർക്കിലേക്ക് ഒരു എക്സ്ട്രാ എമൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എൻട്രിയിൽ തന്നെ ഈ ഒരു എമൗണ്ട് നമുക്ക് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അഡൽട്ട് 30 റുപ്പീസാണ്, ചിൽഡ്രൻ 3 to 12 ഇയേഴ്സ് 15 റുപ്പീസാണ്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 15 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ പറ്റുന്നവരെല്ലാം ഈ ഒരു പാർക്ക് അല്ലെങ്കിൽ കാഞ്ഞിരപ്പുഴ ഡാം വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അവിടെ ഭയങ്കരമായിട്ട് നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഇതാണോ ഡ്രൈവിങ്ങും കാര്യങ്ങളും അങ്ങനത്തുള്ള വണ്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഒന്ന് എല്ലാവരും അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഈ റൗണ്ട് ഞാൻ ഇതൊരു റൗണ്ടാണ്. ഈ ഒരു റൗണ്ട് ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഞാൻ ചുറ്റിയിട്ടുണ്ടാകും. കാരണം അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അവളൊരു 10-15 പ്രാവശ്യം ആ റൗണ്ട് ചുറ്റിയിട്ടുണ്ടാവും. അതുപോലെ അവളുടെ പിന്നാലെ നടന്ന് ഞാനും ചുറ്റിയിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര ടയേർഡായി. മാത്രമല്ല നല്ല വെയിലും കൂടി ആയതുകൊണ്ട് അവളുടെ കൂടെ കളിക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഭയങ്കര വെയിലും കൂടെ ആയതുകൊണ്ട് നമുക്കതൊരു പ്രോബ്ലം തന്നെയായിരുന്നു കേട്ടോ. സോ അവൾക്ക് ആദ്യം എടുത്ത വണ്ടി ഇഷ്ടമായില്ല. അപ്പോൾ അവൾ സെക്കൻഡ് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് വീഡിയോയും ഒക്കെ അവളിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചെറിയ വീഡിയോയും കാര്യങ്ങളും ഞാൻ എടുക്കുന്നതുകൊണ്ട് കേട്ടോ. അതെൻ്റെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ. അവൾ ഒറ്റയ്ക്കായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടെ പോയത്. അതിനുശേഷം എനിക്ക് മടുത്തു. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് അവിടെ നിന്നു. പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ഓടിക്കാനായിട്ട്. സോ അവരുടെ പിന്നാലെയായി അവളുടെ നടത്തം. അപ്പോൾ അവരുടെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് എനിക്ക് അവളുടെ പിന്നാലെ ഓടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നിന്ന് അവളുടെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിലവളുടെ ചെറിയ കുസൃതികളും നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ കുട്ടികളെ കുസൃതികൾ, അതൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഭയങ്കര വെള്ളദാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളം കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്താണ് കൂടുതൽ കാണാനുള്ളത് എന്നും എന്താണ് എവിടെയാണ് ഡാമിൻ്റെ മേലെ പോകേണ്ട വഴിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ടൊരു അവിടെ കടയുണ്ട് കേട്ടോ. സോ അവിടേക്ക് വന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ചു കേട്ടോ. ഞങ്ങൾ എല്ലാവരും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ നല്ല എന്താ പറയുക നല്ല വെയിലത്ത് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പറയാലോ വേർത്ത് ഒഴുകായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്റ്റെപ്പ് കൂടെ. ഞങ്ങൾ സ്വാമിയെ അയ്യപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് കയറി. പക്ഷേ അതിൻ്റെ മേലെ കയറിയപ്പോൾ ഉണ്ടാവുന്ന വ്യൂ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര നല്ല വ്യൂ. ഡാമിൽ അത്ര വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര വ്യൂ ആയിരുന്നു. എന്താ പറയുക നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെയിലാണ്, അത്രയും വെയിലാണ്. അപ്പം അത്രയും വെയിലത്ത് കൂടെ നമ്മൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് അതൊക്കെ ആസ്വദിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് കഴിയും കേട്ടോ. ഇത്രയും നന്നായിട്ട് വീഡിയോ എടുക്കാനും അതിൻ്റെ ഇടയിൽ റീൽസ് ചെയ്യാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. സോ 2 വെജ് ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന്. അതിനുശേഷം ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ കയറി. അത് പ്യുവർ വെജ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ കയറി നോൺ വെജ് ഒരു ബിരിയാണി CB വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ്. വരുന്ന വഴിയിൽ ഞങ്ങളുടെ സ്ഥലം കോങ്ങാട് എത്തിയപ്പം അവിടെ ഞങ്ങളുടെ സ്ഥിരം റെസ്റ്റോറൻറ്റ് സാഫ്രോണിൽ പോയിട്ട് ഒരു കോൾഡ് കോഫിയൊക്കെ കഴിച്ചു. ഞാൻ അമ്മുന്
ഇഷ്ടമായില്ല കേട്ടോ അത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ.